ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രണ്ടമ്മമാർക്കും ഒട്ടും ഇഷ്ടമില്ല. അതെ അതെ. ആ പിന്നെ ആ രേഷ്മ വിളിച്ചിരുന്നു, തിരിച്ചു വിളിക്കണേ. ശരി, തനിക്ക് വേണ്ടി സംശയം തുടങ്ങിയ ഈ സ്നേഹമൊന്നും പ്രേമമൊന്നും ഒക്കെ പറയുന്നതേ ഒരുതരം കുടുംബം കലക്കിയ. ഈ പ്രേമം അസ്ഥിക്ക് പിടിച്ചാ പിന്നെ മേലും കീഴും ഒന്നും നോക്കില്ല. ജനിപ്പിച്ച അപ്പച്ചനെയും വേണ്ട, അമ്മച്ചിയും വേണ്ട, കൂടപ്പറപ്പുകളെയും വേണ്ട. ഇന്നലെ കണ്ടവന പിന്നവർക്കെല്ലാം. അവൻ പറയുന്നതാണ് വേദവാക്യം. നിനക്ക് മനസ്സിലായോ? നിനക്ക് മനസ്സിലായോടാ മോനെ? മനസ്സിലായപ്പാ. ഡേസിയുടെ കാര്യമല്ല ഇപ്പം പറഞ്ഞു വരുന്നത്. ശത്രുവിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവൾ അപ്പനെയും ആങ്ങളെയും ഒറ്റുവാൻ കഴിവുള്ളവളാ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു പിടിവള്ളി നമ്മുടേതായ കൈപ്പടിയിൽ വേണം. അതിന് എന്തു വേണമെന്ന് നീ തന്നെ തീരുമാനിക്കേ. അപ്പം പറ, എന്താ വേണ്ടത്? അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടായാ രണ്ടിനെ ഞാനങ്ങ് തീർക്കും. ഇതാ നിന്റെ കുഴപ്പം. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അങ്ങ് എടുത്തിയാടും. എടാ, ബുദ്ധി ഉപയോഗിച്ച് തന്ത്രപൂർവം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഒരു പൂനുള്ളി എടുക്കുന്ന ലാഘവത്തോടെ വേണം അത് ചെയ്യാൻ. അതിനെ ഇത് വർക്ക് ചെയ്യണം. ഏതെങ്കിലും രീതിയിൽ ഡെയ്സി നമുക്കെതിരെ തിരിഞ്ഞാൽ കളക്ടറെ വെടിവെച്ചത് നീയാണെന്നുള്ള സത്യം പുറത്തു പോകും. വെടിയേറ്റിരിക്കുന്നതേ ജില്ലാ കളക്ടറിന്. അതുകൊണ്ട് പോലീസ് വെറുതെ ഇരിക്കില്ല. കേസും കൂട്ടവുമായിട്ടൊക്കെ നീ അകത്തു പോയി കിടന്നാൽ ഈ തളപ്പൊക്കെ അങ്ങ് നിൽക്കും. വെറുതെ ഭാവി കോഞ്ഞാട്ടയാക്കി നീ നിന്റെ ജീവിതം തല്ലിക്കെടുത്തണോടാ. അത് ഞാൻ ആലോചിക്കാതിരുന്നില്ല. പക്ഷേ ഡേസിയെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ച അത് ചിലപ്പോ വീണ്ടും കുഴപ്പത്തിലേക്ക് പോവും. നമ്മളെ ശത്രുവായി മാത്രം കാണുന്നവൾക്ക് മുമ്പിൽ എന്ത് വേദോപദേശം നടത്തിയിട്ടും കാര്യമില്ലല്ലോ. അതിന് ഒരു വഴിയുണ്ട്. ഒരേ ഒരു വഴി, ഒരൊറ്റ വഴി. വെടിവെച്ചവനെ കണ്ടുപിടിച്ച് പോലീസിന്റെ മുന്നിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കണം. അതെങ്ങനെ ശരിയാവപ്പാ? വെടിവെച്ചത് ഞാനല്ലേ. ഞാൻ അകത്തോയി കിടക്കണമെന്നാണ് അപ്പനെ പറയുന്നത്. എടാ മണ്ടാൻ, എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വെടിവെച്ചവൻ അകത്ത് പോകണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ വെടിവെച്ചത് ഞാനല്ലേ? നിനക്കിപ്പോഴും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. എടാ, കളക്ടറെ വെടിവെച്ചത് നീ അല്ല. എടാ, നമ്മളൊരു ഡമ്മിയെ സൃഷ്ടിക്കുന്നു. കാശ് കൊടുത്ത് ഒരു വാടക കൊലയാളിയെ. കുറ്റം അവനേൽക്കും. ഏൽക്കണം. നമ്മുടെ പണത്തിന്റെ പുറത്ത് നമ്മൾ അങ്ങനൊരു കൊലയാളിയെ സൃഷ്ടിക്കുന്നു. ബാക്കിയൊക്കെ അവൻ നോക്കിക്കൊള്ളൂടാ. അത് കൊള്ളാപ്പാ. അപ്പൊ നമ്മളാരും സംശയിക്കില്ല. എടാ മോനെ, ബൈബിള് വായിച്ച് പഠിക്കാൻ പറയുമ്പോ ഞാൻ വായിച്ചിരുന്നത് യേശുവിനെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്ന ഭാഗമാണ്. അതാണ് വായിച്ച് മനസ്സിൽ പതിഞ്ഞത്. ചതിയും വഞ്ചനയും കുതികാൽ വെട്ടും. മക്കളെ, അപ്പനെ പഠിപ്പിക്കണ്ട. അതിനപ്പൻ അപ്പോഴും ഇപ്പോഴും PhD. നീ കളക്ടറെ വെടിവെച്ച കേസ് ചുമക്കാൻ പറ്റുന്ന വിശ്വസ്തനായ ഒരുത്തനെ അങ്ങ് പൊക്കണം. ബാക്കി കാര്യം ഈ അപ്പം നോക്കിക്കൊള്ളാടാ. അറവുശാലയിൽ നിൽക്കുന്നവനോടാണ് അരണയെ കൊല്ലാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ചെന്ന് എന്റെ മക്കളുടെ ഡെമ്മിയെ ഉണ്ടാക്ക്. പിന്നെ നമ്മളോട് തിരിഞ്ഞാൽ അവൻ ശരിക്കും ഡെമ്മിയാകും എന്ന് പറഞ്ഞേക്ക്.
അതെ, രണ്ടമ്മമാരോടും കൂടിയാ ഞാൻ ചോദിക്കുന്നെ. എന്നെ നോക്കി ഇങ്ങനെ ഇരുന്നാ മതിയോ? വീട്ടിലേക്കൊന്നും പോണ്ടേ? ആ, ശാരദാമ്മ വീട്ടിൽ പൊയ്ക്കോട്ടെ, ഞാൻ നിന്നോളാം അമ്മോളുടെ കൂടെ. നാളെ കടയിലെ കാര്യം ശാരികയും ആ ശാന്തയും കൂടെ നോക്കും. അതുകൊണ്ട് രാത്രി നിൽക്കാൻ ഉറപ്പിച്ചു തന്നെയാ വന്നത്. ആ, രണ്ടമ്മമാരും നിൽക്കണ്ട, ഞാൻ നിന്നോളാം. അത് ശരിയാടാ. ഭാര്യയുടെ സമീപത്തെ ഭർത്താവ് നിൽക്കുന്നത് തന്നെ അവർക്കൊരു ആശ്വാസം. ഭർത്താവിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ സംരക്ഷണവും അവർക്ക് കിട്ടാനുമില്ല. അപ്പോ മക്കളെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞങ്ങൾ അമ്മമാരെ നോക്കേണ്ടതാണോ പറയുന്നേ? അയ്യോ, അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. ഇവനിപ്പോ ഇവിടെ ഉണ്ടല്ലോ, അവൻ നോക്കിക്കൊള്ളുന്നാ ഞാൻ പറഞ്ഞേ. ആ, എന്നാ പിന്നെ ശാരദാമ്മയെ പോകുന്ന വഴിക്ക് ഞങ്ങൾ വീട്ടിലാക്കാം. ആ, അതെന്തായാലും നല്ല കാര്യേ. ശാരദാമ്മ എന്തായാലും ഇനി ഓട്ടോ വിളിച്ച് കഷ്ടപ്പെടണ്ടല്ലോ. അങ്ങനെയെങ്കി അങ്ങനെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോളെ. നാളെ രാവിലെ ചായക്കുള്ളത് ഞാൻ കൊണ്ടുവരാം. ഞങ്ങള് രണ്ടുപേരുടെ കാര്യല്ലേ ഉള്ളൂ. അതിപ്പോ ഞങ്ങള് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചോളാം. അമ്മ വെറുതെ ബുദ്ധിമുട്ടി കൊണ്ടുവരണമെന്നില്ല. ആ, എങ്കിലും ഉച്ചയ്ക്ക് ചോറും കറികളുമായിട്ട് ഞാൻ വന്നോളാം. ക്യാൻറ്റീനിലെ ഭക്ഷണമൊന്നും മോൾക്ക് പിടിക്കില്ല. അതെ അതെ, രണ്ടമ്മമാരും കൂടെ ഈ ആശുപത്രിവാസം ഒരു മത്സരമാക്കി മാറ്റാൻ പോവാന്നോ? അതൊക്കെ അവർ രണ്ടുപേരുടെ എന്താന്ന് വെച്ചാൽ സൗകര്യം പോലെ ചെയ്യട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇപ്പം വീട്ടിലോട്ട് ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ? ആ, എന്നാ പിന്നെ പോട്ടെ മോളെ. ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ഈ അച്ഛനില്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എടാ മക്കളെ, നീ ഇവിടെ തന്നെ കാണണം, എന്തെങ്കിലും വിളിക്കണം. പോട്ടെ മോളെ, പോയിട്ട് വരാൻ കേട്ടോ. മക്കളെ പോട്ടെ. അപ്പേ ഇനി യാത്രയില്ല. ആ, ഡാ നോക്കണം. വാ രാഘവേട്ട. രണ്ടമ്മമാർക്കും ഒട്ടും ഇഷ്ടമില്ല. അതെ അതെ. ആ, പിന്നെ ആ രേഷ്മ വിളിച്ചിരുന്നു, തിരിച്ചു വിളിക്കണേ. അത് ശരി, തനിക്ക് വേണ്ടി സംശയം തുടങ്ങിയ? എനിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എന്താ വിഷ്ണുവിന് പറ്റിയേ? റോഡിൽ വെച്ച് സുഖമില്ലാതായെന്ന് രേഷ്മ പറഞ്ഞല്ലോ. അത് ഈ ചൂടിന്റെ എന്ത് വെയിലായിരുന്നറിയോ? ഫുൾ ടൈം വെയിലുള്ളായിരുന്നല്ലോ.